ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോയാണ്. ലൂക്കായുടെ സുവിശേഷം എല്ലാ അധ്യായങ്ങളും വലിയ അധ്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ 2 വീഡിയോയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. 26 മോക്ക് ടെസ്റ്റുകളാണ് നടത്തപ്പെട്ടത്. ആകെ 100 മോക്ക് ടെസ്റ്റുകളുണ്ട്. തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് എത്രയും വേഗം അയക്കേണ്ടതാണ്. നമ്മുടെ പഠന സഹായി പുസ്തകം തയ്യാറായിട്ടുണ്ട്. കുറേയധികം ആളുകൾ പുസ്തകം വാങ്ങിക്കഴിഞ്ഞു. പൈസ അയച്ച എല്ലാവർക്കും പുസ്തകം അയച്ചിട്ടുണ്ട്. പുസ്തകം അയച്ച് 1-2 ആഴ്ചയായിട്ടും 1-2 പേർക്ക് പുസ്തകം കിട്ടിയില്ല എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് പരിശോധിച്ച് പറയുന്നതായിരിക്കും. ഇനിയും പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ഇടവകയിലുള്ള പഠിക്കാൻ താല്പര്യമുള്ള എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പുസ്തകം വാങ്ങാൻ കഴിയാത്ത 1-2 പേർക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അതൊരു പരോപകാര പ്രവൃത്തിയായിരിക്കും. അതിൻ്റെ നന്മയും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 20-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 47. ചോദ്യം 2, ലൂക്ക 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ തലക്കെട്ട് യേശുവിന്റെ അധികാരം. 3, ഒരു ദിവസം അവൻ എവിടെയാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്? ദേവാലയത്തിൽ. 4, ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ആരെയാണ് പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്? ജനങ്ങളെ. 5, ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാമാണ് ജനപ്രമാണികളോടുകൂടെ അവന്റെ അടുത്ത് വന്നത്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. 6, ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ആരോടുകൂടെയാണ് അവന്റെ അടുത്ത് വന്നത്? ജനപ്രമാണികളോടുകൂടെ. 7, എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണെന്ന് ഞങ്ങളോട് പറയുക. ആര് ആരോട് പറഞ്ഞു? ജനപ്രമാണികളോടുകൂടെ അവന്റെ അടുത്തു വന്ന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും യേശുവിനോട്. 8, ജനപ്രമാണികളോടുകൂടെ യേശുവിന്റെ അടുത്ത് വന്ന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും യേശുവിനോട് പറഞ്ഞതെന്ത്? എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണെന്ന് ഞങ്ങളോട് പറയുക. 9, എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണെന്ന് ഞങ്ങളോട് പറയുക എന്നു പറഞ്ഞ ജനപ്രമാണികളോട് കൂടെ വന്ന പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും യേശു എന്താണ് മറുപടി പറഞ്ഞത്? ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ഉത്തരം പറയുവിൻ. 10, ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ഉത്തരം പറയുവിൻ എന്ന് പറഞ്ഞ ശേഷം യേശു അവരോട് ചോദിക്കുന്നത് എന്ത്? യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? 11, ആരുടെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നാണ് യേശു അവരോട് ചോദിച്ചത്? യോഹന്നാന്റെ. 12, യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് യേശു ചോദിച്ചപ്പോൾ അവർ ചെയ്തതെന്ത്? അവർ പരസ്പരം ആലോചിച്ചു. 13, അവർ പരസ്പരം ആലോചിച്ചത് എന്ത്? സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും. 14, സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ അവൻ എന്തു ചോദിക്കും എന്നാണ് അവർ ചിന്തിച്ചത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന്. 15, മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആര് നമ്മെ കല്ലെറിയും എന്നാണ് അവർ ചിന്തിച്ചത്? ജനങ്ങളെല്ലാം. 16, മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനമെല്ലാം നമ്മെ കല്ലെറിയും എന്ന് അവർ ചിന്തിക്കാൻ കാരണമെന്ത്? യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. 17, യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആര്? ജനങ്ങളെല്ലാം. 18, യോഹന്നാൻ ആരാണെന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത്? ഒരു പ്രവാചകനാണെന്ന്. 19,
യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യത്തിന് ജനപ്രമാണികളോട് കൂടെ വന്ന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും നൽകിയ മറുപടി എന്ത്? എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. 20 എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതെന്ത്? എന്ത് അധികാരത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. 21 ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞത് എന്താണ്? എന്ത് അധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന്. 22 ലൂക്ക 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തലക്കെട്ട് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. 23 ആര് ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്നാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയുടെ ആരംഭത്തിൽ യേശു പറയുന്നത്? ഒരു മനുഷ്യൻ. 24 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ഒരു മനുഷ്യൻ, അത് ഏൽപ്പിച്ചത് ആരെ? കൃഷിക്കാരെ. 25 മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ച ശേഷം ആ മനുഷ്യൻ എത്ര നാളത്തേക്കാണ് അവിടെ നിന്ന് പോയത്? ദീർഘനാളത്തേക്ക്. 26 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ഒരു മനുഷ്യൻ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് എപ്പോൾ? സമയമായപ്പോൾ. 27 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ സമയമായപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന്. 28 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ഒരു മനുഷ്യൻ സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ഒരു ഭൃത്യനെ. 29 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ആരുടെ അടുത്തേക്കാണ് ഒരു ഭൃത്യനെ അയച്ചത്? കൃഷിക്കാരുടെ. 30 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ ഓഹരി ലഭിക്കേണ്ടതിന് ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ കൃഷിക്കാർ അവനെ ചെയ്തതെന്ത്? അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 31 കൃഷിക്കാർ അയക്കപ്പെട്ട ഭൃത്യനെ ചെയ്തതെന്ത്? അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 32 കൃഷിക്കാർ താൻ അയച്ചവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തപ്പോൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ ചെയ്തതെന്ത്? മറ്റൊരു ഭൃത്യനെ അയച്ചു. 33 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ മറ്റൊരു ഭൃത്യനെ അയച്ചപ്പോൾ കൃഷിക്കാർ അവനോട് ചെയ്തത് എന്തെല്ലാം? അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 34 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യന്റെ മറ്റൊരു ഭൃത്യനെ കൃഷിക്കാർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തപ്പോൾ അവൻ ചെയ്തതെന്ത്? മൂന്നാമത് ഒരുവനെ അയച്ചു. 35 മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ മൂന്നാമത് ഒരുവനെ അയച്ചപ്പോൾ കൃഷിക്കാർ അവനോട് ചെയ്തതെന്ത്? പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. ഓരോ ഭൃത്യന്മാരോടും കൃഷിക്കാർ എന്താണ് ചെയ്തത് എന്നത് വ്യക്തമായി വേർതിരിച്ചു തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. 36 കൃഷിക്കാർ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തതാരെ? മൂന്നാമതൊരുവനെ. 37 മൂന്നാമതൊരുവനെ അവർ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞതെന്ത്? ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. 38 മൂന്നാമത് ഒരുവനെ കൃഷിക്കാർ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആദ്യം പറയുന്നതെന്ത്? ഞാൻ എന്താണ് ചെയ്യുക? 39 ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറയുന്നതെന്ത്? എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. 40 എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും എന്ന് തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറയാൻ കാരണമായി ഉടമസ്ഥൻ കരുതുന്നതെന്ത്? അവനെ അവർ മാനിച്ചേക്കും. 41 അവനെ അവർ മാനിച്ചേക്കും എന്ന് പറഞ്ഞ് അയക്കപ്പെട്ട പ്രിയപുത്രനോട് കൃഷിക്കാർ ചെയ്തതെന്ത്? അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. 42 ഉടമസ്ഥന്റെ പുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം ആദ്യം പറഞ്ഞതെന്ത്? ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം. 43 ഇവനാണ് അവകാശി,
അതുകൊണ്ട് ഇവനെ നമുക്ക് എന്തു ചെയ്യാം എന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത്. കൊന്നുകളയാം. 44 ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ എന്ത് നമ്മുടേതാകും എന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത്. അവകാശം. 45 ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം എന്ന് പറഞ്ഞ കൃഷിക്കാർ ഉടമസ്ഥന്റെ പ്രിയപുത്രനോട് ചെയ്തതെന്ത്? അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. 46 കൃഷിക്കാർ അവനെ, ഉടമസ്ഥന്റെ പ്രിയപുത്രനെ, എവിടേക്കാണ് എറിഞ്ഞു കൊന്നുകളഞ്ഞത്? മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക്. 47 അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ ശേഷം യേശു ചോദിക്കുന്ന ചോദ്യമെന്ത്? ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? 48 ആര് അവരോട് എന്തു ചെയ്യും എന്നാണ് യേശു ചോദിക്കുന്നത്? മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ. 49 ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും എന്ന ചോദ്യം ചോദിച്ച ശേഷം യേശു അതിനു നൽകുന്ന മറുപടി എന്ത്? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. 50 അവൻ വന്ന് ആ കൃഷിക്കാരെ എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത്? നശിപ്പിക്കും. 51 അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം ആരെ ഏൽപ്പിക്കുകയും ചെയ്യും എന്നാണ് യേശു പറയുന്നത്? മറ്റാളുകളെ. 52 അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്ന അവൻ ആര്? തോട്ടത്തിന്റെ ഉടമസ്ഥൻ. 53 അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞതെന്ത്? ഇത് സംഭവിക്കാതിരിക്കട്ടെ. 54 ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതാര്? ജനങ്ങൾ. 55 ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതെന്ത്? പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? 56 ആര് ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്നാണ് യേശു ചോദിക്കുന്നത്. പണിക്കാർ. 57 പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ എന്താണ് മൂലക്കല്ലായി തീർന്നത്? കല്ല്. 58 ആ കല്ലിന്മേൽ എന്ത് ചെയ്യുന്ന ഏതൊരുവനുമാണ് തകരുന്നത്? നിപതിക്കുന്ന. 51 എന്തിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനുമാണ് തകരുന്നത്? ആ കല്ലിന്മേൽ, അതായത് മൂലക്കല്ലായി തീർന്ന കല്ലിന്മേൽ. 60 അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് എന്താക്കും? ധൂളിയാക്കും. 61 തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് ആർക്കാണ് മനസ്സിലായത്? നിയമജ്ഞർക്കും പ്രധാന പുരോഹിതർക്കും. 62 നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കിയതെന്ത്? തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന്. 63 തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി. ഏതുപമ? മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ. 64 അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാര്? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 65 നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് കാരണമെന്ത്? തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. 66 അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച അവർ ഭയപ്പെട്ടതാരെ? ജനങ്ങളെ. 67 ലൂക്ക 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തലക്കെട്ട് സീസറിന് നികുതി കൊടുക്കണമോ? 68 അതിനാൽ അവർ നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. അവർ ആര്? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 69 അവർ നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ആരെയാണ് അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നത്? ചാരന്മാരെ. 70 അവർ നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് ആരുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവിധം എന്തെങ്കിലും പിടിച്ചെടുക്കാനാണ് അവസരം കാത്തിരുന്നത്? ദേശാധിപതിയുടെ എന്തിനെല്ലാം ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു അവർ. അധികാരത്തിനും വിധിക്കും.
72 അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അവർ ആര്? നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 73 നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? ഗുരു. 74 നീ എങ്ങനെ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാർ പറഞ്ഞത്. ശരിയായി സംസാരിക്കുകയും. ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ആരുടെ വഴി സത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാർ പറഞ്ഞത്. ദൈവത്തിന്റെ വഴി. 76 ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ ചോദിക്കുന്ന ചോദ്യമെന്ത്? ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? 77 ഞങ്ങൾ ആർക്ക് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. സീസറിന്. 78 ഞങ്ങൾ സീസറിന് എന്തു കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. നികുതി. 79 ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് അവർ ചോദിച്ചപ്പോൾ യേശു എന്താണ് മനസ്സിലാക്കിയത്? അവരുടെ കൗശലം. 80 അവരുടെ കൗശലം മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞതെന്ത്? നിങ്ങളൊരു ദനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? 81 നിങ്ങളൊരു ദനാറ എന്നെ കാണിക്കുവിൻ എന്ന് യേശു അവരോട് പറയാൻ കാരണമെന്ത്? അവരുടെ കൗശലം മനസ്സിലാക്കിയത് കൊണ്ട്. 82 ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് എന്ന് യേശു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ത്? സീസറിൻ്റേത്. 83 ഒരു ദനാറ എത്ര ഗ്രാം? 5.7 ഗ്രാം. 84 സീസറിന്റെ രൂപവും ലിഖിതവുമാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞതെന്ത്? എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. 85 സീസറിനുള്ളത് ആർക്ക് കൊടുക്കുവിൻ എന്നാണ് യേശു അവരോട് പറഞ്ഞത്? സീസറിന്. 86 ആർക്കുള്ളത് ദൈവത്തിന് കൊടുക്കുവിൻ എന്നാണ് യേശു അവരോട് പറഞ്ഞത്? ദൈവത്തിനുള്ളത്. 87 ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് ലൂക്ക 20:26 പറഞ്ഞിരിക്കുന്നത്? ജനങ്ങളുടെ. 88 എവിടെ വച്ച് അവനെ വാക്കിൽ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല? ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച്. 89 ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ എന്തു ചെയ്യാനാണ് അവർക്ക് സാധിക്കാതിരുന്നത്? വാക്കിൽ കൊടുക്കാൻ. 90 അവർ മൗനം അവലംബിച്ചത് എന്തുകൊണ്ട്? അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട്. ഇങ്ങനെ 90 ചോദ്യങ്ങളാണ് ലൂക്ക 20-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വീഡിയോ കൂടി ആകുമ്പോൾ ഈ അധ്യായം അവസാനിക്കുന്നതാണ്. ഈ വരുന്ന ശനിയാഴ്ച മെയ് മാസം 31-ാം തീയതി നമ്മുടെ 27-ാമത്തെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. ലൂക്ക 20-ാം അധ്യായമാണ് അതിനെ പഠിക്കാനുള്ളത്. അതിൻ്റെ ആദ്യത്തെ വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്തത്. രണ്ടാമത്തെ വീഡിയോ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. പഠനസഹായി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അയച്ചു തരുന്നതായിരിക്കും. 230 രൂപയാണ് അതിൻ്റെ മുഖവില. ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ 200 രൂപയ്ക്ക് നൽകുകയാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുസ്തകം കളക്ട് ചെയ്യാവുന്നതാണ്. വെട്ടുകാട് പള്ളിയോട് ചേർന്നുള്ള 3 ബുക്ക് സ്റ്റോളുകളിൽ നമ്മുടെ പുസ്തകം ലഭ്യമാണ്. വെള്ളയമ്പലത്തുള്ള ബിഷപ്പ് ഹൗസിനോട് ചേർന്നുള്ള ബുക്ക് സ്റ്റോളിൽ ലഭ്യമാണ്. നാലാഞ്ചിറ ബദനി ബുക്ക് സ്റ്റോളിൽ നമ്മുടെ പഠനസഹായി ലഭ്യമാണ്. വഴുതയ്ക്കാട് കാർമൽ ബുക്ക് സ്റ്റോളിൽ നമ്മുടെ പുസ്തകം ലഭ്യമാണ്. പട്ടത്തുള്ള മലങ്കര കത്തീഡ്രലിനോട് ചേർന്നുള്ള ഇഗ്നേഷ്യസ് സെന്ററിലും കാറ്റഗിസം ഓഫീസിലും നമ്മുടെ പുസ്തകം ലഭ്യമാണ്. പുസ്തകം വീട്ടിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പോസ്റ്റിൽ അയച്ചു തരുന്നതാണ്. അതിന് 50 രൂപ പോസ്റ്റൽ ചാർജ് കൂടിയാകും. അങ്ങനെയുള്ളവർ 250 രൂപ ഗൂഗിൾ പേ ചെയ്താൽ 2-3 ദിവസത്തിനുള്ളിൽ പുസ്തകം ലഭ്യമാക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.